ചെടുത്തേ നാളെ വരാ. ധ്വാനിക്കുന്നവർക്കും പറഞ്ഞു ചാക്കോയുടെ ഫ്രണ്ട് ഇവിടെ എത്തിയല്ലോ. ഒരു ഒഴിയാ ബാധയാ സാറേ അത്. ഒന്നുകിൽ മുമ്പേ അല്ലെങ്കിൽ പുറകെ. പക്ഷെ ഇനി വാ തുറക്കില്ല. അതിനുള്ള പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആര് ചോദിച്ചാലും ഞാനില്ല വേളാങ്കണ്ണി. ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരൂ. എന്ത് പറയും? വേളാങ്കണ്ണിക്ക് പോയി. ആര് പോയി? ഞാന്. അങ്ങനെ തന്നെ പറയണം. കൊല്ലുഞ്ഞ തള്ളേ. ഞാൻ വേളാങ്കണ്ണിക്ക് പോയി എന്ന് പറയണം. മുതലാളി വേളാങ്കണ്ണിക്ക് പോയി. ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ. കറക്റ്റ്. റെഡിമെയ്ഡ് ഉത്തരം. പറഞ്ഞു പറയിച്ചാണെന്ന് പറയത്തേ ഇല്ല. അമ്മച്ചിക്ക് എന്നെ മനസ്സിലായോ? ഓർക്കുന്നോ? പണ്ടേ ഇപ്പൊ ഓർക്കുന്നോ? കപ്പല്ല ബോംബ് പൊട്ടിയാലും എന്റെ ചെവി കേൾക്കത്തില്ല. അയാള് വേളാങ്കണ്ണിക്കൊന്നും പോയിട്ടില്ല സാറേ. അകത്ത് കയറി നോക്കിയാലോ? ബാധ വീണ്ടും എത്തിയല്ലോ. അയാളൊരു ബാധയല്ല ചാക്കോ. ഇടയ്ക്ക് അയാളെ മുമ്പിലും പിമ്പിലും കണ്ടുമുട്ടുന്നത് വെറും ആക്സിഡന്റിലും അല്ല. ഐ സ്ട്രോങ്ലി ഫീൽ that it's more than that. Yes. അമ്മച്ചി, ഇപ്പൊ ഇവിടെ നിന്നൊരാള് ലൂണേ പോയില്ലേ? അയാൾ ആരാ? മുതലാളി വേളാങ്കണ്ണിക്ക് പോയതാ. ഒരാഴ്ച കഴിഞ്ഞ് വരും. കിടക്കുന്നു. അമ്മച്ചി, അല്പം മുമ്പ് ഇവിടെ ഒരാൾ പോയില്ലേ? ലോട്ടറിക്കാരൻ. അയാൾ ആരാന്ന്? ലോട്ടറിക്കാരൻ. ലോട്ടറിക്കാരന്റെ പേരെന്താ? മത്തായി. കുഴിവെട്ടി മത്തായി. ഇവിടെ സെമിത്തേരി സൂക്ഷിപ്പ് പണിയും ഉണ്ട് അയാൾക്ക്. അയാൾ എന്തിനാ ഇവിടെ വന്നത്? ഇടയ്ക്ക് വരും കാശ് വാങ്ങാന്. എന്നിട്ട് ഇന്ന് കാശ് കൊടുത്തോ മുതലാളി? വേളാങ്കണ്ണി പോയ മുതലാളി എങ്ങനാ കാശ് കൊടുക്കുന്നത്? വേളാങ്കണ്ണിയിലെ പിടി ഇതിനായിട്ടും വിട്ടില്ലല്ലേ? ഔസേപ്പച്ചനെ കടത്തി വിട്ടും തള്ള. സർ, തപ്പിയാൽ ആളെ കിട്ടും, ഉറപ്പാ. വേണ്ട, ഞാൻ വിചാരിക്കുന്നത് പോലെയാണ് സംഭവങ്ങളെങ്കിൽ ഈ കേസിന്റെ അന്വേഷണം നാളെ അവസാനിക്കും. സർ, തൽക്കാലം നമുക്ക് ഔസേപ്പച്ചനെ വിടാം. എന്നിട്ട് സിമിത്തേരിയുടെ പുറകെ പോവാം. മത്തായിയുടെ പുറകെ അല്ല, സാക്ഷാൽ സിമിത്തേരി, മാണിക്കുഞ്ഞിന്റെ കല്ലറ. ലാബ് കുത്തിപ്പിടി. തള്ളി പുറകോട്ട് മാറ്റടോ. മത്തായി, മണ്ണൊന്ന് മാറ്റിയേ. മാറ്റാല്ലേ ഇവിടെ പറഞ്ഞത്? ആ എല്ലും കൂടി കാണുന്നവരെ മണ്ണ് മാറ്റണം. പതുക്കെ പതുക്കെ സൂക്ഷിച്ചു വേണം. അസ്ഥി ഒന്നും പൊട്ടരുത്. സൂക്ഷിച്ച്. അഞ്ചാമത്തെ വിരൽ എവിടെ പോയി? മാണിക്കുഞ്ഞിന്റെ തള്ളവിരൽ എവിടെ പോയി മത്തായി? മാണിക്കുഞ്ഞ് ജീവിച്ചിരുന്നപ്പോ 5 വിരലുണ്ടായിരുന്നു.
മരിച്ചപ്പോഴും ഉണ്ടായിരുന്നു, ഇവിടെ കുഴിച്ചിട്ടപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അഞ്ചാമത്തെ വിരൽ എവിടെ പോയി? പറയടോ, എടോ പറയണ്ടേ പറഞ്ഞു. സാറേ, ഞാൻ ഒരു പാവാണ്, എന്നെ ഒന്നും ചെയ്യരുത്. അവരെ നിർബന്ധിച്ചപ്പോ എനിക്ക് വഴങ്ങേണ്ടി വന്നതാ. ആരാ അവര്? മാണിക്കുഞ്ഞിന്റെ ശവടക്കിയ ദിവസം രാത്രി ഔസേപ്പച്ചനും സത്യദാസ് സാറും മറ്റും വന്ന് ആ കുഴി വീണ്ടും ഒന്ന് തുറക്കണമെന്ന് നിർബന്ധിച്ച് എന്നെ ഭീഷണിപ്പെടുത്തി. കുറെ രൂപയും തന്നു. ഒടുവില് ഞാൻ സമ്മതിച്ചു. എന്നിട്ട് മണ്ണ് വെട്ടി മാറ്റി പെട്ടി തുറന്നു. പിന്നെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാള് മാണിക്കുഞ്ഞിന്റെ ഇടത് കൈയിലെ സോക്സ് മാറ്റി. എന്നിട്ട് തള്ളവിരൽ. ഏതായാലും മത്തായി കുറച്ച് ദിവസം കസ്റ്റഡിയിൽ ഇരിക്കട്ടെ. സർ വരൂ. പ്രമാണങ്ങളിലും രജിസ്റ്റർ ഓഫീസിൽ രജിസ്റ്ററിലും മാണിക്കുഞ്ഞിന്റെ വിരലടയാളം വന്നത് തീർത്തും ബോധ്യമായി സർ. സാർ ഒരു ഓക്കെ പറഞ്ഞാൽ ഔസേപ്പച്ചനെയും കൂട്ടരെയും ഈ നിമിഷം കസ്റ്റഡിയിൽ എടുക്കാം. മാണിക്കുഞ്ഞിനെ എങ്ങനെയാ കൊന്നതെന്നും മറ്റും തത്ത പറയുന്ന പോലെ പറയിപ്പിക്കാം സർ. വരട്ടെ, എന്റെ തീരുമാനം ഞാൻ നാളെ അറിയിക്കാം. അല്ല സർ, നേരം പുലരുന്നത് വരെ ക്ഷമിക്കു ചാക്കോ. കം. രാവിലെ വരെ ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അനുവാദം കിട്ടിയിരുന്നെങ്കിൽ ഔസേപ്പച്ചനെയും കൂട്ടരെയും കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. ഇനിയും താമസിച്ചാൽ ഈ ആൽമരത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ ചാക്കോയ്ക്ക്? ഇല്ല സർ. ഈ ഭൂമിയിൽ ഏറ്റവും പരിശുദ്ധമായ വായു ലഭിക്കുന്നത് ഇതിന്റെ ചൂട്ടിലാണ്. അന്തരീക്ഷത്തിലെ ഓസോൺ ലെയറിന് തുല്യമാണിത്. ഓസോൺ ലെയറിൽ വിള്ളലുണ്ടാക്കി ഭൂമിയിലെത്തുന്ന അൾട്രാ വയലറ്റ് ഇൻഫ്രാറെഡ് രശ്മികളെ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് ഈ വടവൃക്ഷത്തിനുള്ളിടത്തോളം വേറെ ഒന്നുമില്ല. വളരെ ശുദ്ധമായ വായു നമ്മുടെ ബുദ്ധിയെയും ചിന്തയെയും ഷാർപ്പാക്കും. ഷാർപ്പാകും തോറും നമ്മുടെ സംശയങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരും. കുറേ നേരമായി ഞാൻ ഈ മരത്തിന് ചൂട്ടിയിരിക്കുന്നു. നമ്മുടെ ഈ കേസിന്റെ തുടക്കം മുതൽ ഇന്നലെ വരെയുള്ള സംഭവങ്ങൾ ഓരോന്നോരോന്നായിട്ട് തിരിച്ചും മറിച്ചും പലവട്ടം ഞാൻ ആലോചിച്ചു. ഒരു റിട്രോസ്പെക്ഷൻ പോലെ സംശയങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഇല്ലാണ്ടായി. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം മാത്രം പിടികിട്ടാ പുള്ളിയായിട്ട് തുടരുന്നു. ഇപ്പോഴത്തെ നമ്മുടെ നിഗമനം, അന്ന് രാത്രി ഉദ്ദേശം 10:30 മണിക്ക് മാണിക്കുഞ്ഞ് കൊല്ലപ്പെട്ടുവെന്നും തുടർന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് മരുമകൾ മോസി ഉദ്ദേശം 11:15-നും 11:30-നും മധ്യേ കൊല്ലപ്പെട്ടൊന്നല്ലേ? അതെ സർ. അന്ന് പള്ളിപ്പെരുന്നാളിന് മോസിയോടൊപ്പം കൂട്ടിനുപോയ റോസമ്മ ടീച്ചറുടെ മൊഴി നാടകം ഏതാണ്ട് പകുതിയായപ്പോൾ ഉദ്ദേശം 10 മണി കഴിഞ്ഞ് ചാച്ചൻ വീട്ടിലൊറ്റയ്ക്കാണ് താൻ പോകുന്നതെന്ന് പറഞ്ഞ് മോസി മടങ്ങിയതായിട്ടാണ്. അതെ സർ. കൂടാതെ നാടകം തീരുന്നത് വരെ തന്നോടൊപ്പം നിന്നിരുന്നെങ്കിൽ മരുമകളെങ്കിലും രക്ഷപ്പെടുമായിരുന്നു എന്നുകൂടി അവർ പറഞ്ഞു. യെസ്, ഇവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം.